ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ നക്ഷത്രക്കാർ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടാതെ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചാൽ ലക്ഷങ്ങൾ നഷ്ടപ്പെടാതെ, ജീവിതം നഷ്ടപ്പെടാതെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നഷ്ടങ്ങളും ഉണ്ടാകാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതേത് നക്ഷത്രക്കാരാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം ഈ ഷെയർ ട്രേഡിങ്, അതുപോലെ ഭാഗ്യം തൊഴിലിൽ വേണ്ട ആളുകൾ, അതുപോലെ ഏതൊരാൾക്കും ചെയ്യാം. സാമ്പത്തികത്തിന് വേണ്ടി പെട്ടെന്ന് സാമ്പത്തിക മാറ്റം ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം, അത് വീഡിയോയുടെ അവസാനമായിരിക്കാം ചിലപ്പോൾ പറയുന്നത്. കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടേ പറയത്തുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം ആവശ്യമുള്ളവർ കണ്ടോളൂ. നേരത്തെ ഞാൻ പറയുമായിരുന്നു, കാരണം നമ്മളൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ അവർ കാണണമെന്നില്ല. അതുകൊണ്ടാണ് ആവശ്യമുള്ളവർ കണ്ടുപിടിച്ചോളൂ, അവരെ അത് ചെയ്യത്തുള്ളൂ, അവർക്കേ അത് പ്രയോജനപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴിയാണ്. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നു. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങളെ ഇതുപോലെ പറയത്തുള്ളൂ. അത് ചെയ്യുന്ന രീതി പറയും. അത് കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യാതെ ചെയ്യാതിരിക്കുക. അതൊക്കെ ഒരു തവണ ചെയ്തുകൊണ്ട് കാര്യമില്ല, ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. എല്ലാം നല്ല കാര്യങ്ങൾ, ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന വഴിപാടുകളും, സ്വയം ചെയ്യാവുന്ന വീട്ടിൽ ചെയ്യാവുന്ന പ്രാർത്ഥനകളും, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ശരനൂൽ രഹസ്യം, അത് ഞാൻ പറയുന്ന വേറെ ആരും പറഞ്ഞു തരത്തില്ല. ഭദ്രകാളി വിദ്യകൾ ഞാൻ പറയുന്ന ആരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്, അത് നല്ല കാര്യങ്ങളാണ്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ അതിന് ഒന്നും മടിക്കണ്ട. വളരെ ചുരുക്കി വാട്സപ്പിൽ ചുരുക്കിയിടുക, ഒരു കാര്യം മാത്രം. അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഞാൻ അതിനുള്ളവരെ എൻ്റെ അറിവിലുള്ള നല്ല പരിഹാരം പറഞ്ഞുതരാം. അതിനൊരു കുഴപ്പമില്ല. പിന്നെ വിശദമായിട്ട് നോക്കേണ്ടവർ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് മുൻഗണനാ കമ്മിറ്റി ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ നോക്കി പറഞ്ഞുതരും. വീഡിയോയിലേക്ക് വരാം. അതായത് സാമ്പത്തിക തട്ടിപ്പുകളിൽ ഈ നക്ഷത്രക്കാർ ചെന്ന് ചാടാതെ സൂക്ഷിക്കണം. അതിൽ ആദ്യം പറയാൻ പോകുന്നത്, കണ്ണടച്ചുകൊണ്ട് പറയാം, പൂരം നക്ഷത്രം. പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടുന്നത് ഡയറക്റ്റ് അല്ല, ഒരു വളഞ്ഞ വഴിയിലൂടെ ആയിരിക്കും. ചിലപ്പോൾ അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീ ആയിരിക്കും. അവർ വന്നിട്ട് പൂരം നക്ഷത്രക്കാരനോടോ പൂരം നക്ഷത്രക്കാരിയോടോ, സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ പൂരം നക്ഷത്രക്കാരിയോട് വന്നിട്ട് പറയും, കുറച്ച് സ്വർണ്ണം എനിക്ക് പണയം വെക്കാൻ തരാമെന്ന്. ഞാനത് അടുത്ത ആഴ്ച ഘടിപ്പിച്ച് തന്നേക്കാന്നേ, അല്ലെങ്കിൽ നമ്മൾ 3 ദിവസത്തിനുള്ളിൽ ഘടിപ്പിച്ച് തന്നേക്കാന്നേ. വീട്ടിലറിയാതെ ഇവരിത് ചിലപ്പം കൊടുക്കും. അടുത്ത ആഴ്ച പോയിട്ട് കിട്ടിയ ഭാഗ്യമെന്ന് പറയാം. അങ്ങനെ സാമ്പത്തികമായിട്ട് പല തട്ടിപ്പുകളിലും പോയി ചാടാം. അതുപോലെ വീട്ടുകാരറിയാതെ ഒന്നും ചെയ്യരുത്. വീട്ടുകാരറിഞ്ഞേ ചെയ്യാവൂ, എല്ലാവരോടും ആലോചിച്ചേ ചെയ്യാവൂ. പിന്നെ ഒരാൾക്ക് ഇതുപോലുള്ള തട്ടിപ്പുകാർക്ക് പൈസ കൊടുത്തിട്ട് അവരെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ആളും തരവും മനസ്സിലാക്കി ചെയ്യുക. നമ്മൾ ആ തട്ടിപ്പുകളിൽ പോയി ചാടാതിരിക്കുക. പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും പറയുക, താണ്ട അവിടെ ഇത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് ഇത്ര രൂപയായിട്ട് ലക്ഷങ്ങളായിട്ട് ഇത്ര വർഷം കഴിയുമ്പോൾ കിട്ടും. ഈ പൂരനാളുകാർ നേരെ ചെന്ന് അങ്ങോട്ട് പൈസ കിട്ടും. ഒന്നും നോക്കത്തില്ല, ആരോടും ചോദിക്കത്തുമില്ല. ലാസ്റ്റ് വീട്ടുകാരും ചിലപ്പോൾ അറിയത്തില്ല. പൈസയെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കരച്ചിലായി, ബഹളമായി, ടെൻഷനായി. അതുവരെ ടെൻഷനൊന്നുമില്ല, ആരോടും പറയത്തുമില്ല. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറഞ്ഞു കേട്ടോ. ഇത് ഓരോരുത്തർ ജനിച്ച സമയവും ഒക്കെ അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. ഇത് സാമാന്യ ഫലമാണ്, പൊതുഫലമാണ്. ചിലർക്കെങ്കിലും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതിന് പരിഹാരവും പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാം. അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രമാണ് പൂരം. ഇനിയും പറയാൻ പോകുന്നത് അനിഴം. കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, അത് എനിക്ക് അതുപോലെ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അനിഴ നക്ഷത്രക്കാർക്ക് എങ്ങനെ അബദ്ധം പറ്റുമെന്നറിയോ? അവർക്ക് അബദ്ധം പറ്റുന്നത് അവരുടെ സുഹൃത്തുക്കൾ,
ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സുഹൃത്തുക്കൾ സ്നേഹിച്ചങ്ങ് സ്നേഹം കൂടി വന്നു കഴിയുമ്പോൾ പറയും, അളിയാ നമുക്ക് ചേർന്നൊരു ബിസിനസ് തുടങ്ങിയാലോ. അപ്പം അപ്പോഴും ഈ അനിഴ നക്ഷത്രക്കാരന് പേടിയായിരിക്കും, എനിക്കെല്ലാം അറിയാമേ എന്നും പറഞ്ഞ് ബിസിനസ് തുടങ്ങും, ബിസിനസ് പൊട്ടിപ്പോവും, ഇവൻ്റെ കയ്യിൽ നിന്ന് കാശും പോവും. അതായിരിക്കും അങ്ങനെ ഒരു ചതി വരാനാണ് സാധ്യത. ചതി എന്നല്ല, നമ്മൾ വിചാരിച്ചാൽ അത് ഉണ്ടാകത്തില്ല. മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നഷ്ടമേ ഒഴിവാക്കാം. അതുപോലെ തിരുവാതിര നക്ഷത്രക്കാർ ഒരു പ്രത്യേകത, ഇവർ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും പൈസ മുടക്കി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അല്ലെങ്കിൽ ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ഉഴപ്പുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഉഴപ്പുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ ഒക്കെ ഒരു സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ വരാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തിരുവാതിര നാളുകാരുടെ ഒരു പ്രത്യേകത, അവർ സുഹൃത്തുക്കൾ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അറിയാൻ വയ്യാത്ത തൊഴിൽ ചെയ്യാൻ പോകും, ബിസിനസ്സൊക്കെ ആണെങ്കിലും അങ്ങനെ പൊട്ടാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി, ഒഴിവാക്കുക. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കൃത്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അത് ചെയ്തു പോയാൽ മതി. ഇത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ, ഇതിൻ്റെ അകത്ത് പോയി ചാടാതിരിക്കാം. നിങ്ങൾ സാമ്പത്തികമായി ഇതുപോലെ തട്ടിപ്പുകളിൽ പോയി ചാടിയാൽ ലക്ഷങ്ങൾ നഷ്ടം വരും, കുടുംബം ചിലപ്പോൾ ഇല്ലാതാകും, വീട് സ്ഥലം ഇല്ലാതാകും, ഒന്നുമില്ലാതാകും. അങ്ങനെ ഇല്ലാതാകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത്. ഇത് കേട്ടിട്ട് വീണ്ടും ഈ അബദ്ധങ്ങളിൽ പോയി ചാടരുത്. അതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് കിട്ടുന്ന ഗുണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ലക്ഷങ്ങൾ ലാഭിക്കാൻ പറ്റും, ജീവിതം തന്നെ തിരിച്ചു പഠിക്കാൻ പറ്റും. 10-15 മിനിറ്റ് നിങ്ങൾ ഈ ചിലവഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും, ഒരു തിരിച്ചറിവുണ്ടാകും. പിന്നെ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് കൂടെ ചെയ്തു പോവുക. ഈ പറയുന്ന നക്ഷത്രങ്ങളെല്ലാം സാമാന്യ ഫലങ്ങളാണ്. ജനിച്ച സമയം അനുസരിച്ച് ഒക്കെ മാറ്റങ്ങൾ വരും. എങ്കിലും ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്, സാധ്യത മാത്രം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനിയും പറയാൻ പോകുന്നത് മൂല നക്ഷത്രം. ഈ മൂല നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്നറിയോ സാമ്പത്തികമായിട്ട് അബദ്ധങ്ങളിൽ ചാടുന്നത്? മൂല നക്ഷത്രക്കാർ സാമ്പത്തികമായിട്ട് തട്ടിപ്പിൽ ചെന്ന് ചാടുന്നത്, ഇപ്പോൾ മൂല നക്ഷത്രക്കാരൻ്റെ ഉദാഹരണം, ഒരു സുഹൃത്ത് അയാൾ ഷെയർ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറയും ഷെയർ ചെയ്താൽ നല്ല ലാഭമാണ്, അങ്ങനെ ഇങ്ങനെ എല്ലാം പറയും. ഇവർ ആദ്യം ഒന്നും കേട്ട് ചില മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ പറയും, കൂട്ടുകാരൻ പറയും, ഇവിടെ മൊത്തം ലാഭമാണ്, ചുമ്മാ ഇരുന്നാൽ മതി, പൈസ കിട്ടും. ഇവരെന്ത് ചെയ്യും? ചിലപ്പം ഇത് പഠിക്കാതെ മണ്ടത്തരം കാണിക്കും. ചില മോശം ഷെയറിൽ കൊണ്ട് ചിലപ്പോൾ പൈസ ഇടും. ഇങ്ങനെ ചില ബുദ്ധിമോശം കാണിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത്. 1. 2, ചിലപ്പോൾ ഇവർക്ക് കഴിവുള്ള ഒരു മേഖല കാണും, തൊഴിൽ, അത് ചെയ്യത്തില്ല. ഇവർക്ക് ഒരു പ്രയോജനമില്ലാത്ത തൊഴിൽ ചിലപ്പോൾ ചെയ്തുകൊണ്ട് നടക്കും. അല്ല, ഇവർക്ക് കഴിവുള്ള, ഇപ്പോൾ ഒരാൾ മൂലനക്ഷത്രക്കാരൻ ഒരു സ്ഥാപനത്തിൽ ഇരിക്കുക, പക്ഷെ അയാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവ് കാണും, പക്ഷെ അത് മനസ്സിലാക്കാതെ ജീവിതം മുഴുവൻ ഇവിടെ നിന്ന് ജീവിതം കളയും. ഇങ്ങനെ പലപ്പോഴും ബുദ്ധിമോശം കൊണ്ട് വേണ്ട രീതിയിൽ ഒരു ബുദ്ധിശക്തിയുടെ വേണ്ട സമയത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ട് ആണ് ഇവർക്ക് പലപ്പോഴും സാമ്പത്തിക നഷ്ടങ്ങൾ ചെന്ന് ചാടുന്നത്. ഇതിനെല്ലാം പരിഹാരങ്ങൾ ഞാൻ അവസാനം പറഞ്ഞുതരാം. കാർത്തിക നക്ഷത്രക്കാരും സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ വിശ്വസിക്കുന്നതുകൊണ്ട് കൂടുതൽ തട്ടിപ്പുകളിൽ പോയി ചാടുന്നവരാണ്. അപ്പോൾ ശ്രദ്ധിച്ച ഒഴിവാക്കുക. ഇത് നടക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റും. അതാണ് ഞാനീ പറഞ്ഞു തരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനിയും മകയിര നക്ഷത്രക്കാരും സാമ്പത്തികമായിട്ട് ഒരു തട്ടിപ്പുകളിൽ പോയി ചെന്ന് ചാടാൻ സാധ്യതയുള്ള നക്ഷത്രം തന്നെയാണ്. ഇവർക്ക് വരുന്ന കുഴപ്പമില്ല, ആദ്യം ഒന്നും തട്ടിപ്പ് പറ്റത്തില്ല. ഇപ്പോൾ ഇവരൊരു എവിടെയെങ്കിലും ചിട്ടി ചേർന്നു, ആരുടെയെങ്കിലും കൂടെ ചേർന്നു, ആദ്യം ഒന്നും വലിയ കുഴപ്പം വരത്തില്ല. വിശ്വാസം കൂടിക്കൂടി വന്ന് അവസാനം ചിലപ്പോൾ അതങ്ങ് പൊട്ടും. അങ്ങനെ ഇവർക്ക് പൊട്ടുമ്പോൾ ഒരു നല്ല പൊട്ടലായിരിക്കും. അങ്ങനെയാണ് ഇവർക്ക് നഷ്ടം വരുന്നത്. അപ്പോൾ ഇവർക്ക് ശ്രദ്ധിക്കണം, ആളും തരം കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ട് പൈസ ഇടുക, മനസ്സിലായി. അപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ അവനവൻ്റെ യുക്തി പോലെ ചെയ്യുക. ചിത്ര നക്ഷത്രക്കാരും സാമ്പത്തികപരമായ ഏതൊരു ഇടപാടുകളും ശ്രദ്ധിക്കണം. സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചെന്ന് ചാടാതെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. ചിത്ര നക്ഷത്രക്കാർ സാമ്പത്തിക തട്ടിപ്പ് പോയാൽ വലിയ കുഴപ്പം വരത്തില്ല, സ്ഥലവും വീടും അങ്ങ് പോകും. അതാണ് വരുന്നൊരു കുഴപ്പം. ചിലപ്പോൾ പെരുവഴി ഇറങ്ങേണ്ടി വരും, സാഹചര്യം വരാം. പോകുമ്പോൾ മൂടോടെ അങ്ങ് പോകും. അപ്പം ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇതെല്ലാവരും ഇങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജനിച്ച സമയമൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ഇത് പൊതുവായിട്ട് പറയും. ചിലർക്കെങ്കിലും ഇങ്ങനെ അനുഭവങ്ങൾക്കുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അതുപോലെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്തരം ദോഷങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ അവിട്ടം നക്ഷത്രക്കാർക്ക് പറ്റുന്ന അബദ്ധം, അവർക്ക് കഴിവ് കൂടുതലുള്ളവരാണ്, അതുകൊണ്ട് തന്നെ അബദ്ധം പറ്റുന്നത്. അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പണം ഡെപ്പോസിറ്റ് ചെയ്ത് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിൻ്റെ മേളിൽ കയറി കളിക്കും, വലിയ ലാഭത്തിന് വേണ്ടി. ചിലപ്പോൾ അപ്പോഴായിരിക്കും പണി കിട്ടുന്നത്, പൊട്ടിപ്പോവാ പരിപാടി. അങ്ങനെയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ഇവർ ചില ആത്മവിശ്വാസം കൂടുതലുള്ളവരാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ മകയിര ഔട്ടമൊക്കെ ഇച്ചിരി ഒരു ആത്മവിശ്വാസം കൂടുതലുള്ളവരാണ്. അതുകൊണ്ട് ഓവർ കോൺഫിഡൻസിൽ നിന്നാണ് ഇവർക്ക് കൂടുതൽ അബദ്ധങ്ങൾ പറ്റുന്നത്. സാമ്പത്തിക തട്ടിപ്പുകൾ, ചിലപ്പോൾ പൈസ ഇവരോട് ഇപ്പോൾ ഒരാൾ പറയുക, അവിട്ട നക്ഷത്രക്കാരോട് വന്നിട്ട് പറയുക ഇച്ചിരി പണം കടം വേണം എന്ന് പറയുക. അപ്പോൾ അവർ പണം കൊടുത്തു, കൃത്യസമയത്തിന് കൊടുക്കും. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും വന്ന് അപ്പോൾ അതിന് പണത്തിന് ഇവർക്ക് അതിൻ്റേതായ ഒരു രീതിയിലുള്ള ഒരു ബെനിഫിറ്റുകൾ ഇവർക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വന്നു വെച്ചാൽ അതിലേക്കാട്ടും കൂടുതൽ പണം ചോദിക്കും. അപ്പോൾ ഇവർ വിചാരിക്കും കൂടുതൽ പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ അവരിൽ നിന്ന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി വലിയ തുക കൊടുക്കും. ചിലപ്പോൾ അത് കിട്ടത്തില്ല, അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അതിൽ ഒരു പെരപണിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടി എടുക്കാനൊക്കെ എന്ന് പറഞ്ഞായിരിക്കും മേടിക്കുന്നതാണ്. ലാസ്റ്റ് ഈ പുള്ളിയുടെ ഈ മേടിച്ചവനെ കണ്ടു കിട്ടാൻ പോലും ചില ബുദ്ധിമുട്ട് വരും. അങ്ങനെ ശ്രദ്ധിക്കുക, ഓവർ കോൺഫിഡൻസിൽ നിന്നാണ് ഇവർക്ക് കൂടുതൽ അബദ്ധം വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. തിരുവാതിര നാളുകാർക്കും ഇതുപോലെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ചിലപ്പോൾ ഒന്ന് ഉഴപ്പിയാലോ, അല്ലെ അവർ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒക്കെ ഒരു അബദ്ധമുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചാൽ ഇതെല്ലാം ഒഴിവാക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ പുണർന്ന നാളുകാരും സാമ്പത്തികമായ ഈ ഇടപാടുകളെല്ലാം ശ്രദ്ധിക്കണം. പുണർന്ന നാളുകാർക്ക് കൂടുതൽ അബദ്ധം പറ്റുന്നത്, അവർ വലിയൊരു തുക ചിലപ്പം ഒരു വീടിന് മുടക്കുക, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് മുടക്കുക. പക്ഷെ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഫലമില്ലാതെ വരിക, അങ്ങനെ വീട് വെക്കേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ ഒരു തൊഴിൽ ഒരു പ്രസ്ഥാനത്തിന് മുടക്കുക, അതുകൊണ്ട് വേണ്ട ബെനിഫിറ്റ് കിട്ടാതെ വരിക. അങ്ങനെ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു തൊഴിലിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, വീടിലായിക്കോട്ടെ ബുദ്ധിപൂർവ്വം ചെയ്യാം. അങ്ങനെയാണ് ഇവർ മിക്കവാറും ഒരു കടക്കണിയിലേക്ക് ചിലപ്പം വരാറുള്ളത്. പൂരാട നക്ഷത്രക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ പേരിൽ ചിലപ്പോൾ സ്ഥലവും വീടോ ഒക്കെ കാണും. ഇവർക്ക് ചിലപ്പം കുടുംബ വീതമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളവരാണ്. ഇവർക്ക് മിക്കവാറും ഈ പഴകിയ കെട്ടിടങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഇവരുടെ പേരിൽ കിട്ടുന്ന ഒരു ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് പൂരാട നാളുകാർ. ഈ പുരാട നാളുകാർക്ക് പക്ഷേ ഇത് അനുഭവയോഗം പലപ്പോഴും കുറവാണെന്നുള്ളതാണ്. ഇവരുടെ ഇപ്പോൾ ആരെങ്കിലും ബന്ധുക്കാരോ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ വന്നേച്ച് പറയുക, ഇത് ഞങ്ങളുടെ പേരിലൊന്ന് എഴുതി തരാമോ, ഞങ്ങൾക്കൊരു ലോൺ എടുക്കാനാ, തിരിച്ച് ഞങ്ങളങ്ങ് എഴുതി തരാമെന്നൊക്കെ പറഞ്ഞ വല്ലോ അങ്ങനെ എഴുതി കൊടുത്ത പോലെ ഇരിക്കും. അപ്പോൾ അവരുടെ കയ്യിലുള്ള സമ്പത്ത് നഷ്ടപ്പെടാതെ, ബുദ്ധിമോശം കാണിക്കാതെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലായോ? കയ്യിലുള്ള ഭൂമിയും ഇതുമൊക്കെ മറ്റൊരാളുടെ വാക്ക് വിശ്വസിച്ച് അബദ്ധങ്ങൾ കാണിക്കാതെ ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത്തം നാളുകാർക്ക് കൂടുതലും ബന്ധുജനങ്ങളെ ഒക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഒക്കെ, അല്ലെ വീട്ടിലുള്ളവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ എത്ര അധ്വാനിച്ചാലും കടം അങ്ങോട്ട് തീരത്തില്ല. ഇവരൊരു സ്ഥലത്ത് വീട്ടിക്കൊണ്ടിരിക്കുമ്പം വീട്ടിലെ മറ്റ് ആളുകളോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് സഹോദരങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റാളുകളോ കട ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ജീവിതം ഒരിക്കലും ബാലൻസ് ചെയ്ത് പോകാൻ വലിയ പാടാണ്. അത്തനാളുകാർ കൂടുതൽ അധ്വാനിക്കും, ഒരു സൈഡിൽ അവരുടെ വീട്ടിൽ നിന്ന് കടം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ബാലൻസ് ഇവർ നോക്കുമ്പോൾ എങ്ങും എത്തുന്നില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം കർമ്മദോഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഏറ്റവും പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ ഭദ്രകാളി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, മലയാള മാസം ആദ്യത്തെ ചൊവ്വാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ സാധാ ഗുരുതി ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ 100 രൂപയേ ഉള്ളൂ ഗുരുതിക്ക്. പിന്നെ തിരുമേനിക്ക് ഒരു 100 രൂപയും കൂടെ കൊടുക്കും. നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യിക്കുന്നത്. ചിലർ പറയുന്നൊക്കെ വലിയ തുകകൾ, അതെനിക്കറിയത്തില്ല, ചില ഓരോരുത്തരുടെ രീതി അനുസരിച്ചായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്നിടത്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഭദ്രകാളിക്ക് എവിടെ ചെയ്താലും ഫലമുണ്ടാകും. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്. അപ്പം ഭദ്രകാളിക്ക് മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച ഗുരുതി ചെയ്യണം. ഇതിന് 3 മാസം അടുപ്പിച്ച് ചെയ്യണം. പിന്നെ 3 മാസത്തിൽ ഒരിക്കലും ഇത് ആവർത്തിക്കണം സാധിക്കുന്ന പോലെ.
ഒരു സാമ്പത്തിക തട്ടിപ്പിലും പോയി ചാടത്തില്ല, വിശ്വാസവും കൂടെ വേണം. അത് ഒരു സാമ്പത്തിക തട്ടിപ്പിലും പോയി ചാടത്തില്ല, ബുദ്ധി തെളിയും. അബദ്ധങ്ങളെ മണ്ടത്തരങ്ങളെ ഇതിലൊന്നും പോയി ചാടത്തില്ല. ഇങ്ങോട്ടൊരു വയ്യാവേലിയും വരത്തുമില്ല. ചെയ്ത് നോക്കുക, കുടുംബം രക്ഷപ്പെടും. ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ഈ മണ്ടത്തരങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം, ഒരു തൊഴിൽ അറിയാത്തതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട എത്രയോ ആളുകളുടെ കൈരേഖയും കിടക്കുന്നതിൽ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ആർക്കും അങ്ങനെ ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയിലേ പറഞ്ഞു തരുക. നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റും, ലക്ഷങ്ങൾ ലാഭിക്കാൻ പറ്റും, വീട് സ്ഥലവും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊരു വലിയ അറിവായി തീർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 10-15 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ള സമയമാണ്. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പണ്ടൊരു അനിഴ നക്ഷത്രക്കാരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാം, ഭയങ്കര ലാഭം മാത്രമായി. എല്ലാവരും ഒരു സുഹൃത്ത് പറഞ്ഞു വെച്ചാൽ അവരുടെ പാർട്ണർഷിപ്പ് പറഞ്ഞാൽ ആദ്യം പറയുന്നൊരു വാചകമാണ്, ലാഭം മാത്രമാണ്, മൊത്തം ലാഭമാണ്. ഇത് പലതവണ പറഞ്ഞു കഴിയുമ്പോൾ ഈ സുഹൃത്തിനുള്ള വിശ്വാസം കൊണ്ടോ, സുഹൃത്ത് ചിലപ്പം പറയും ഞാനെല്ലാം നോക്കിക്കോളാമെന്ന്. ഇത് സ്ഥിരം ഡയലോഗ്. ഈ സാമ്പത്തികമായ തട്ടിപ്പിൽ പോയി ചാടുന്നവരെല്ലാം ഇങ്ങനെ ഈ സംഭാഷണം കേട്ടാൽ ഞാനെല്ലാം നോക്കിക്കോളാം, നീ എൻ്റെ കൂടെ നിന്നാൽ മതി, പിന്നെ പൈസ പകുതി ഇറക്കണം. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ പുറകെ പോകരുത്. ഞാൻ പറഞ്ഞപ്പം പുള്ളി അത് സുഹൃത്തിനുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം, അത് മുഖവിലയ്ക്ക് എടുത്തില്ല. പുള്ളി ആ ബിസിനസ്സിൽ പോയി. അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുടെ നഷ്ടപ്പെട്ടപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞതല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് എൻ്റെ ഒരു വാക്കിൻ്റെ വില 2 ലക്ഷം രൂപ. അവർക്ക് ഞാൻ വാക്ക് കേട്ടിരുന്ന 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ നഷ്ടപ്പെടുത്തില്ലായിരുന്നു. പറഞ്ഞ് മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഈ ചിലവഴിക്കുന്ന 15 മിനിറ്റിന് ചിലപ്പോൾ ലക്ഷങ്ങളുടെ വില കാണും. അത് തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ വിലയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിലയായിരിക്കും. നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ചൊവ്വാഴ്ച ഞാനീ പറഞ്ഞ രീതി ഭദ്രകാളിക്ക് ഗുരുതി ചെയ്യുക. സാധാ ഗുരുതി ചെയ്താൽ മതി. ഒരു ഗുരുതി വെള്ളം കിട്ടുവാണെങ്കിൽ വീട്ടിൽ കൊണ്ട് തളിക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അമ്മയെ വിശ്വസിച്ച് ചെയ്യുക. വിശ്വാസം വേണം കേട്ടോ, അല്ല ചുമ്മാ പോയി ചെയ്തിട്ടൊന്നും കാര്യമില്ല. അമ്മയെ വിശ്വസിക്കണമില്ല, അപ്പോഴാണ് മാറ്റം വരുന്നത്. പിന്നെ മാസത്തിൽ ഒരു ദിവസം നിങ്ങളുടെ വീടിൻ്റെ ഇവിടെ ദൂരെയുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ചൈതന്യം കൂടുതലുള്ള ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന ക്ഷേത്രത്തിൽ പോയി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. ഭഗവാൻ നിങ്ങളെ ഒരിക്കലും ആപത്തിൽ കൊണ്ട് ചാടിക്കത്തില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇടയ്ക്ക് ഒരു വ്യാഴാഴ്ച കദളിക്കൊല ഭഗവാനെ സമർപ്പിക്കുക. നന്നായിട്ട് പഴുത്ത ഒരു കദളിക്കൊല, നമ്മൾ കഴിക്കുന്നതിലും നല്ലതായിട്ടുള്ള. ആരും ഇരിഞ്ഞു വന്നത് ഇപ്പോഴങ്ങനെ നിങ്ങൾ കൃഷ്ണക്ഷേത്രത്തിൽ പോയി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കദളിക്കൊല ഇതുപോലെ അത് വല്ലപ്പോഴും ചെയ്താൽ മതി. വ്യാഴാഴ്ച, മാസത്തിൽ ഒരു വ്യാഴാഴ്ച ഭഗവാൻ ഒരു കദളിക്കൊല സമർപ്പിക്കും. നന്നായിട്ട് പഴുത്തതായിരിക്കണം, നമ്മൾ ഉപയോഗിക്കുന്നതിലും നല്ലതായിരിക്കണം. ആരും ഇരിഞ്ഞൊന്നും ആയിരിക്കരുത്. ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതൊരു 3 മാസത്തിലോ 4 മാസത്തിലോ ഒരിക്കൽ ആവർത്തിച്ചാൽ മതി. പക്ഷെ എല്ലാ മാസത്തിലും ഒരു ദിവസം ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ദൂരെയുള്ള സ്ഥലമാകുമ്പോൾ നല്ലൊരു യാത്രയുണ്ടാകും. അപ്പം മൈൻഡ് ബ്ലോക്ക് മാറുക എന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ചിന്തകൾ ചെല്ലുന്നത്. പുതുമയാണ് എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിനെ ആകർഷിക്കുന്നത്, ഉണർത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൗതുകമുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്. നമ്മൾ സ്പോർട്സ് ഗെയിംസ് നമുക്ക് ഇഷ്ടമാണ്. ഓരോ സ്പോർട്സും ഓരോ ഗെയിംസും ഓരോ കളിയും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്പോർട്സിലോട് ഇഷ്ടം. ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്നതാണ്. പുതിയ യാത്രകളും അല്ല, ഒരു യാത്രയിൽ തന്നെ പുതിയ അനുഭവങ്ങളായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത്. അത് നമ്മുടെ മനസ്സിനെ ഉണർത്തും. അതുകൊണ്ടാണ് ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞത്. പിന്നെ ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയാൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാകും. ആ ചൈതന്യത്തിൻ്റെ ഒരു പവർ നമുക്കും ഉണ്ടാകും എന്നുള്ളതാണ്. പെട്ടെന്ന് ജീവിതം മാറും. ചെയ്ത് നോക്കുക. ഒരു തട്ടിപ്പിലും പോയി ചാടത്തില്ല, ഒരു വെട്ടിപ്പിലും പോയി ചാടത്തില്ല, ഒരു വയ്യാവേലി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ ജീവിതം തിരിച്ചു പിടിക്കുന്നത് ലക്ഷങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, അന്ന് എൻ്റെ ഒരു വാക്ക് കേട്ടിരുന്നെങ്കിൽ അനിഴങ്കാരന് 1.5-2 ലക്ഷം രൂപയുടെ നഷ്ടം വരത്തില്ലായിരുന്നു. ഒറ്റ വാക്ക് കേട്ടിരുന്നു. നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇത് ചെയ്തോളുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഉപകരിക്കുക എന്നുള്ളതാണ്. ഇനിയും ഒരു ഷെയർ ട്രേഡിങ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് സാമ്പത്തികം ഉണ്ടാകാൻ ഇതെല്ലാവർക്കും ചെയ്യാം. ഭാഗ്യം വർദ്ധിക്കാൻ, സാമ്പത്തികം വരാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസങ്ങളിൽ അടുത്തുള്ള കൃഷ്ണലയിലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ രാവിലെ നിങ്ങൾ കടയിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അവൽ അത് പാക്കറ്റ് അവൽ കിട്ടും. അത് മേടിക്കുക, ഒരു തൂശനില വെച്ച്
ഭഗവാനെ എനിക്ക് സാമ്പത്തിക നിലയെ നമ്മൾ നടക്കി വെക്കുക, ഭഗവാൻ അവൽ നിവേദ്യം ചെയ്യാൻ തിരുമേനിക്ക് അതോടെ രസീത് എടുത്ത് കൊടുക്കുക, തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുക, ബുധനാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും, സാമ്പത്തികം ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാശുണ്ടാക്കുന്നവരുണ്ട് ഇത് ചെയ്ത്. അത് ഡോക്ടർമാരുണ്ട്, ഷെയർ ട്രേഡിങ് ചെയ്യുന്നവരുണ്ട്, പല തൊഴിൽ ചെയ്യുന്നവരുണ്ട്, ഇന്നും ചെയ്യുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് ബുധനാഴ്ചകൾ ആവർത്തിക്കുന്നവരുണ്ട്. എനിക്ക് സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാതെ ഇത് ആവശ്യമുള്ള കാര്യങ്ങൾ കേൾക്കണം. അല്ലാതെ ചുമ്മാ എന്നും എനിക്ക് സാമ്പത്തികமாக കടമാണെന്ന് എനിക്ക് മെസ്സേജ് ചെയ്തൊരു കാര്യമൊന്നുമില്ല. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കണം, അത് ചെയ്യണം, വിശ്വാസത്തോടെ ചെയ്യണം. എന്നിട്ട് നമ്മൾ താൻ പാതി ദൈവം പാതി, നമ്മുടെ പാതി എന്നുള്ളത് നമ്മൾ ഫുൾ എഫേർട്ട് കൊടുക്കണം. പരിശ്രമവും നമ്മുടെ ഈശ്വരൻ തന്ന കഴിവുകൊണ്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതും ഒക്കെ ഈശ്വര സേവ തന്നെയാണ്. അതൊക്കെ പ്രയോജനപ്പെടുത്തണം. അല്ലാതെ എപ്പോഴും എനിക്ക് കടവ ഇതൊന്നും കാണത്തില്ല. എന്നിട്ട് ചുമ്മാ എനിക്ക് ഞാൻ തിരക്കിയിരിക്കുമ്പോൾ എനിക്ക് മെസ്സേജുകൾ ചെയ്തോളൂ. ഇത് തന്നെ പരിപാടി. ഇത് ചിലർക്കൊരു ഹോബിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പക്ഷേ അത് നോക്കത്തില്ല. കാരണം പിന്നെ പറ്റുന്നവർക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നവർക്ക് അത്യാവശ്യമാണ് ഞാനത് പറഞ്ഞു കൊടുക്കും. എനിക്കറിയാവുന്ന നല്ല കാര്യം. ഇത് നോക്കേണ്ടവർക്ക് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും പറ്റുന്ന പോലെ. ഈ വീഡിയോ കാണാതെ എപ്പോഴും ചുമ്മാ മെസ്സേജ് ചെയ്താൽ അതെനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് വിശദമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തണം. പിന്നെ അത്യാവശ്യം ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യമാണെങ്കിൽ വളരെ ചുരുക്കി വോയിസ് ആയിട്ടിട്ടാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. തീർച്ചയായിട്ടും പറയുന്ന ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ. അത് പറഞ്ഞു കഴിയുമ്പോൾ വേറെ വല്ലതും ചെയ്യണമെന്ന് എന്നോട് ചോദിക്കരുത്. കാരണം പറയുന്നത് ആത്മാർത്ഥമായിട്ട് വേണ്ട കാര്യമാണ്. ഞാനൊരു നല്ല കാര്യം പറഞ്ഞുതരാം. പിന്നെ വർക്ക് ചെയ്യേണ്ടവർക്ക് ഫ്രീ ആക്കിയിരിക്കുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. പറ്റുന്നവർക്ക് നിങ്ങൾ അത് ചെയ്യുന്ന ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ വർക്ക്. അത് ഭാഗ്യസംഖ്യ ഭാഗ്യം എന്നുള്ള എവരിത്തിങ്. ഞാൻ പറയുന്ന പരിഹാരങ്ങളൊന്നും വേറെ ആരും പറഞ്ഞു തരത്തില്ല. ഇപ്പോൾ ഞാൻ വീഡിയോ പറയുന്ന കാര്യങ്ങൾ തന്നെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഞാനൊരു ശിവയോഗിയാണ്. ചെറുപ്പത്തിലെ ക്രിയാകുണ്ടലെ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ശിവവിദ്യയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് തന്നെയാണ്. അത് ശരിയായിട്ട് ചെയ്താൽ അത് ഞാൻ പറയുന്ന ശരനൂൽ വിദ്യ ആണെങ്കിൽ പോലും അതാണ്. അതിന് പകരം വേറൊന്നുമില്ല. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക. പിന്നെ നമ്മളൊക്കെ പഠിക്കേണ്ട കാര്യം, നമ്മളൊക്കെ മാസം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നടത്തണം. ഇപ്പം നിരവധി ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്താൽ മതി. ഞാൻ എൻ്റെ ചില അറിവ് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ ഞാൻ പറയത്തില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു കുട്ടി ജനിച്ചു, മാസം ഒരു 1000 രൂപ വെച്ച് അല്ലെങ്കിൽ 2000 രൂപ വെച്ച് SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. നല്ലൊരു ഫണ്ടാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു 17-18 കൊല്ലമാകുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഇത് ഡബിളിങ് ചെയ്യും. 10 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് ഇരട്ടിക്കും. 15 വർഷമാകുമ്പോൾ വീണ്ടും അത് വലിയ തുകയാകും. ഒരു കൊച്ചിനെ പഠിപ്പിക്കാനോ എഞ്ചിനീയറിങ്ങിന് വിടാനോ അല്ലെങ്കിൽ കൊച്ചിൻ്റെ കല്യാണത്തിനോ തൊഴിലിനോ എന്തിനു വേണമെങ്കിലും ഉപകരിക്കാം. അല്ലാതെ വീട് സ്ഥലം വിൽക്കുകയല്ല ചെയ്യേണ്ടത്. കാലം മാറി. മനുഷ്യനിപ്പോൾ ചിന്തിക്കുന്ന മനുഷ്യനാണ്. നിങ്ങൾ ആ ചിന്തിക്കുന്ന യുഗത്തിലേക്ക് വരണം. അപ്പം ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്താൽ മതി. ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ കൊമേഴ്സ് ആയിരുന്നു പഠിച്ചത്, BCom. ഞാൻ ഇങ്ങനെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അത് നല്ല ഷെയർ ആയിരിക്കണം. അത് നമ്മൾ സെലക്ട് ചെയ്യണം. ലാഭവും നഷ്ടവും ഉണ്ടാകും. നഷ്ടമാണെങ്കിൽ സഹിക്കാനുള്ളൊരു മനസ്സ് വേണം. പിന്നെ ലോങ് ടേം ആയിരിക്കും മിക്കവാറും നഷ്ടസാധ്യത കുറവാണ്. കാരണം ആവറേജിങ് കിട്ടും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് വേറെ എവിടെ ഡെപ്പോസിറ്റ് ചെയ്താലും കിട്ടണമെന്നില്ല. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളാണ്, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം അത് അറിയാവുന്നവർക്കറിയാം. പലരും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കൊച്ച് ജനിക്കുമ്പോൾ അറിയാമല്ലോ അത് വളരുമെന്ന്, അതിനെ പഠിപ്പിക്കണമെന്നറിയാമല്ലോ. അത് ഇത്ര വർഷം കഴിയുമ്പോൾ അതിനെ പഠിപ്പിക്കാൻ ഇപ്പോൾ ഒരു എഞ്ചിനീയറിങ്ങിനൊക്കെ കൊണ്ട് വലിയ തുകയാകുമെന്ന് അറിയാമല്ലോ. അപ്പോൾ സാധാരണക്കാരന് ചെയ്യാൻ പറ്റും. മാസം ഒരു 1000 രൂപ എന്ന് പറഞ്ഞാൽ ദിവസം ഒരു എന്നാ തുക മാറ്റി വെക്കണം. മാസം 1000 രൂപ, ദിവസം ഒരു 100 രൂപ പോലും വെച്ച് മാറ്റി വെക്കണ്ട. ദിവസം ഒരു 40 രൂപ മാറ്റി വെച്ചാൽ അത് ഏതൊരു സാധാരണക്കാരൻ ഇപ്പോൾ എവിടെ ജോലിക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും ദിവസം 10,000 രൂപ കിട്ടും. മാസം 1000 രൂപ മാറ്റി വെച്ചാൽ മതി. മാറ്റി വെക്കുക. അല്ല SIP ആയിട്ട് നല്ല ഫണ്ട് ഏതെങ്കിലും കണ്ടുപിടിച്ച്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ചെയ്യണമെന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇതെൻ്റെ ഒരു അറിവുകൾ ഞാൻ പറഞ്ഞോളൂ. ഞാൻ ചെയ്യാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. അല്ലാതെ ഉടനെ വീട് സ്ഥലം വയ്ക്കുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം തന്നെ കൊടുക്കണം. അല്ലാതെ അവരൊരു മോശം രീതി, അവർക്ക് ഒരു ഉയർച്ച ഉണ്ടായില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ വിറ്റ് പഠിപ്പിക്കുക എന്നുള്ള ആ രീതി അങ്ങ് മാറണം. എല്ലാം വിറ്റിട്ട് സ്ഥലം വീടും വിറ്റിട്ട് പഠിപ്പിക്കുക എന്നുള്ള ആ രീതിയൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്.
പിന്നെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അത് നല്ലൊരു ഷെയർ കണ്ടുപിടിച്ച് അതിലൊരു ലംസമായിട്ട് ഒരു നല്ല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ബൂമും അപ്പും ഉയർച്ച താഴ്ചയുള്ള ഒരു നല്ല ഷെയർ ആയിരിക്കണം. തീർച്ചയായിട്ടും ഇച്ചിരി വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നാണെങ്കിലും ഒരു ഉയർച്ച ഉണ്ടായിട്ട് ഒരു താഴ്ച ഉണ്ടായാലും താഴ്ച ഉണ്ടാകുമ്പോൾ ഷെയർ എടുത്ത് അത് ഉയർച്ച ഉണ്ടാകുമ്പോൾ വെയിറ്റ് ചെയ്ത് ലോങ് ടേമായിട്ട് ആ സമയത്ത് വിറ്റ് അങ്ങനെ ചെയ്യുന്നവർ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോഴാണ് ജീവിതം മാറുന്നത്. എന്ന് കരുതി അത് നല്ലതായിട്ട് പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ. അല്ല ചുമ്മാ പോയി ഒരിടത്ത് ചെയ്ത് പണം ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെടും. ഇത് ഞാൻ ചെയ്യണമെന്ന് ചെയ്യേണ്ടെന്ന് പറയത്തില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം ലാഭവും നഷ്ടവും ഉണ്ടാകാം. അതൊക്കെ ലാഭം മാത്രമല്ല നഷ്ടവും കൂടെ സഹിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക. ഞാൻ ചെയ്യണമെന്ന് ചെയ്യേണ്ടെന്ന് പറയത്തില്ല. എൻ്റെ ചില അറിവുകൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. റിസ്ക് എടുക്കാൻ നമ്മൾ വിജയത്തെ മാത്രമല്ല പരാജയത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. അപ്പോഴാണ് നമ്മളൊരു വ്യക്തിയാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പരാജയത്തെ ഭയമായിരിക്കും. പരാജയത്തെയും അല്ലെങ്കിൽ നഷ്ടം റിസ്ക്കൊക്കെ ഉണ്ടാകും. നഷ്ടത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത്. അതൊരു വല്ലാത്ത ധൈര്യമാണ്. പറഞ്ഞാൽ മനസ്സിലായത്? അതൊരു ധൈര്യം, ഒരു ബുദ്ധിപരമായ ധൈര്യമാണ് പരാജയത്തെ ഉൾക്കൊള്ളാൻ പഠിച്ചാൽ. പറഞ്ഞാൽ മനസ്സിലായത്? അങ്ങനെയുള്ളവർക്ക് മഹത്തായ വിജയങ്ങൾ ഉണ്ടാകുന്ന മഹത്തായ വിജയങ്ങളുണ്ട്. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ക്രിയായോഗം സ്വീകരിച്ചതാണ്. നമുക്ക് ആ ഒരു ധൈര്യം ശിവവിദ്യ ചെയ്യുന്നു. അത് ഇതുപോലുള്ള പല കാര്യങ്ങളും ഫിനാൻസ് സംബന്ധമായ ഷെയറൊക്കെ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അറിയാവുന്നവർക്ക് എൻ്റെ നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യണമെന്ന് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് മാത്രം ചെയ്യുക. അല്ല മനസ്സിലായല്ലോ. അല്ല ഞാൻ ചെയ്യണമെന്ന് ആരോടും പറയാറില്ല. ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടം. എൻ്റെ ചില അറിവുകൾ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. ഞാൻ ചെയ്യാറുണ്ട്, അത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശ്വരൻ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.